ഹായ് നമസ്കാരം. ഞാൻ കരിയർ ആചാര്യ ജമാലുദ്ദീൻ മാലിക്കുന്ന്. സയൻസ് +2 കഴിഞ്ഞ് ഗവേഷണ മേഖലയിൽ പഠിക്കാനും തിളങ്ങാനും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഗവേഷണ മേഖലയിൽ ഇന്ത്യയിൽ പഠിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഐസറുകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. കേരളത്തിൽ തിരുവനന്തപുരം അടക്കം 7 ഐസറുകളാണ് ഇന്ത്യയിലുള്ളത്. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായ പ്രവേശന രീതികളാണ് ഐസറുകൾക്ക് ഉണ്ടായിരുന്നത്. ഉദാഹരണത്തിന് KVPY എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ JEE അഡ്വാൻസ് പരീക്ഷയുടെ റാങ്കിനനുസരിച്ചും പ്രവേശനം ഉണ്ടായിരുന്നു. അതുപോലെ ഐസറുകൾ നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ വഴിയും പ്രവേശനമുണ്ടായിരുന്നു. എന്നാൽ 2024 മുതൽ ഐസറുകളുടെ പ്രവേശനം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റിലേക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചു. മറ്റു പ്രവേശന വഴികളെല്ലാം നിർത്തലാക്കി എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ്. പ്രധാനമായും ഐസറുകളിൽ 2 കോഴ്സുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് BS-MS പ്രോഗ്രാം, രണ്ടാമത്തേത് 4 വർഷത്തെ BS പ്രോഗ്രാം. ഈ 2 കോഴ്സുകളുടെ പ്രവേശനവും ഐസറുകളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ് നടത്തുന്നത്. മുൻ വർഷങ്ങളിലെ പ്രവേശനം മനസ്സിലാക്കി, അതുപോലെ തന്നെ ഈ വർഷവും പ്രവേശനം നടക്കും എന്ന് മനസ്സിലാക്കി അതിന് കാത്തിരിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ എത്തിക്കണം എന്നും ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഈ വർഷം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുകയില്ല. ഐസറുകളുടെ അപേക്ഷ ഏപ്രിൽ 1 മുതൽ മെയ് 13 വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ വീഡിയോയിൽ കാണുന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ജനറൽ OBC വിദ്യാർത്ഥികൾക്ക് 2000 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് 1000 രൂപയായിരിക്കും അപേക്ഷാ ഫീസ്. ഐസറുകളിലേക്കുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2024 ജൂൺ 9 നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് അടങ്ങുന്ന വിഷയങ്ങളിൽ 15 വീതമുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പരീക്ഷയിൽ ഉള്ളത്. 3 മണിക്കൂറാണ് പരീക്ഷയുടെ ദൈർഘ്യം. ആകെ 240 മാർക്കിനാണ് പരീക്ഷ നടക്കുന്നത്. പ്രധാനമായും ആദ്യം ആരംഭിച്ച BS-MS പ്രോഗ്രാം ആയതുകൊണ്ട് 1718 സീറ്റാണ് മൊത്തത്തിൽ BS-MS പ്രോഗ്രാമിനുള്ളത്. എന്നാൽ 4 വർഷത്തെ BS പ്രോഗ്രാമിന് 90 സീറ്റാണ് ആകെയുള്ളത്. അങ്ങനെ മൊത്തം 1808 സീറ്റുകളാണ് ഐസറുകളിൽ ഉള്ളത്. ഐസറുകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. +2 സയൻസ് പഠിച്ച് സയൻസ് ഗവേഷണ മേഖലയിൽ ഉന്നതിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഐസറുകളുടെ അപേക്ഷ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കരിയറുമായി ബന്ധപ്പെട്ട മറ്റുള്ള അപ്ഡേറ്റുകൾ സമയാസമയങ്ങളിൽ ലഭിക്കാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ നന്നായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. താങ്ക് യു.